ഗൈസ്, ഇന്ന് ഞാൻ എന്റെ മകനെ ഇൻവൈറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. എന്റെ ബ്രൗണി 2.0. എന്താ ചേച്ചി കൂനംകൃഷ്ണമായി ചിന്തിക്കുന്നത്? ഞാൻ പെറ്റ് എസെൻഷ്യൽസ് കൊച്ചിന് വേണ്ടി എക്സൈറ്റഡ് ആണോ? വളരെയധികം. ഞാൻ അവിടെ ചെറുക്കാരന് കൊടുക്കുന്നതായിരിക്കും. ഇതാണ് എൻ്റെ ബ്രൗണിനെ മേടിക്കാൻ പോകുന്ന ഔട്ട്ഫിറ്റ്. മുടി ബ്രൗൺ, ജാക്കറ്റ് ബ്രൗൺ, പിന്നെ ടോപ്പിന്റെ ഒരു ബ്രൗൺ, പിന്നെ ഇതും ബ്രൗൺ. ഇത് ബേജാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതും ബ്രൗൺ. ഫോൺ കേസ് മാത്രം മാറ്റാൻ മറന്നുപോയി, ബാക്കിയെല്ലാം ബ്രൗൺ ആണ്. ആ നടപ്പ് നടന്ന് നമ്മൾ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രെയിനിൽ കയറി ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിനെ എടുക്കാൻ പോവാണ്. ഫൈനലി അവനുള്ള എസെൻഷ്യൽസ് ഒക്കെ മേടിച്ചു വേണ്ടി അവനിതാ കൈകളിൽ എടുക്കാനായി പോവുകയാണ്. അങ്ങനെ സ്പൾബറുമായി അവൾ മുന്നോട്ട് റൂട്ട് പറഞ്ഞ് ഡോറ ദ എക്സ്പ്ലോറർ പോലെ ചലിക്കുകയാണ് ഗൈസ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ ഡ്രൈവർ ആയതുകൊണ്ട് പുള്ളിക്കാരന് റൂട്ട് അറിയാത്തതുകൊണ്ട് റിച്ചാശനുമാണ് വഴി കാണിച്ച് നമ്മൾ വീടിൻ്റെ മുമ്പിലെത്തി. അങ്ങനെ അവനെ കിട്ടുന്നിടം വരെ ഞങ്ങൾ പ്രകൃതി ആസ്വദിക്കാൻ തീരുമാനിച്ചു. ഇവിടെ എപ്പോഴും കാറ്റും മഴയും തണുപ്പൊക്കെയാണ് ഗൈസ്. എപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിൾ വെതറിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പുറത്ത് നോക്കുമ്പോൾ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും പണിയെടുക്കുന്നതായി കാണാം. വീണ്ടും ഞാൻ മേലോട്ട് നോക്കുമ്പോൾ അതിലെ കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണാം. നിങ്ങൾ ഫ്ലൈറ്റ് നോക്കാറുണ്ടോ ആകാശത്തോടെ പോകുമ്പോൾ? ഇതിലെത്ര പോയാലും ഞങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ മുതലാളിനെ പൊക്കിയിട്ടുണ്ട്. ചൊക്കരണ്ണിനെ പേടിക്കണേ, ചൊക്കരണ്ണിനെ മേടിക്കണേ. പാവ എൻ്റെ ഹാർട്ട് തീർന്നിരിക്കുക. എന്നെ എങ്ങടാ കൊണ്ടുപോകുന്നേ? എന്താ ചെയ്യടി? അവനെ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങിയ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം വളരെ യാദൃശ്ചികമായി എന്റെ കയ്യിൽ നിന്നും അവൻ കോതറി ഓടി. ഒരു ബൈക്കിന്റെ സൗണ്ട് കേട്ട് പിന്നെ അവൻ മെയിൻ റോഡിലേക്ക് ഓടി, ഞാനും പുറകെ ഓടി. അതൊരു വല്ലാത്ത